ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി, മകരമാസം 30-ാം തീയതി, ബുധനാഴ്ച. സമയം രാവിലെ 6 മണി. സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് താൽക്കാലികമായി നേരിയ ആശ്വാസം നൽകിക്കൊണ്ട് സ്വർണ്ണവില താഴേക്കിറങ്ങി. സംസ്ഥാനത്ത് ഇന്നലെ രാവിലെ പവന് 640 രൂപയും ഗ്രാമിന് 80 രൂപയും ഉയർന്ന് റെക്കോർഡ് വിലയായ 64,480 രൂപയിൽ എത്തിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് മുൻപായി താഴേക്കിറങ്ങിയിരുന്നു. പവന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് കേരളത്തിലെ സ്വർണ്ണവില നിയന്ത്രിക്കുന്ന സംഘടനകൾ കുറിച്ചത്. ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 64,080 രൂപയാണ് കേരളത്തിലെ സ്വർണ്ണവില. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ റെക്കോർഡ് വിലയായ $2,911 പരിധിയിലായിരുന്ന സ്വർണ്ണവില തകർച്ച നേരിട്ടുകൊണ്ട് 2,900 താഴെയാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര വിലയുടെ മാറ്റത്തിനനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറയാനാണ് സാധ്യത. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $2,895. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 8,738 രൂപ, ഒരു പവൻ 69,905 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 6,553 രൂപ, ഒരു പവൻ 52,429 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 സ്വർണ്ണവില 1 ഗ്രാം 8,010 രൂപ, ഒരു പവൻ 64,080 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 106 രൂപ, 1 കിലോ 1,06,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്